ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ജയൻ ദേവയാനിയോട് പറയുന്നുണ്ട്, താനൊരു കാര്യം ഓർക്കണം, ആദർശിന് നയനയില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അവൻ്റെ സങ്കടം നമ്മൾ മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. അതിനൊക്കെ ഒരു പ്രതിവിധി കാണാൻ തന്നെ കൊണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അന്നേരം ദേവയാനി പറയുന്നു, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? അവൻ്റെ ഭാര്യയല്ലായിരുന്നോ നയന? അപ്പോൾ അവൻ ചെന്ന് വിളിച്ചപ്പോൾ അവൾ വരണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അത് തൻ്റെ ഒരു സ്വഭാവം കാരണമല്ലേ അവരുടെ വീട്ടുകാരിപ്പം കടുംപിടുത്തം പിടിച്ചു വെച്ചിരിക്കുന്നത്. താനൊന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ പാടില്ലായിരുന്നോ? താൻ അങ്ങനെ അവരോടൊക്കെ ഇച്ചിരിയുടെ മയത്തിലൊക്കെ സംസാരിക്കാമായിരുന്നു. പിന്നെ താൻ ഒരു കാര്യം ഓർക്കണം, അച്ഛനും അമ്മയ്ക്കും ഒക്കെ പ്രായമായി വരിക, അവർക്കൊക്കെ നയനമോളില്ലാതെ പറ്റത്തില്ല എന്ന് പറയും. അതുപോലെ തന്നെ ഈ വീട്ടിൽ എല്ലാവരും ഇപ്പം തന്നേക്കാൾ സ്നേഹിക്കുന്നത് നയനമോളയാന്ന് പറയും. ജയേട്ടനോ എന്ന് ദേവയാനി ചോദിക്കുന്നുണ്ട്. അത് പിന്നെ എനിക്ക് എന്നൊക്കെ പറഞ്ഞ് ഒന്ന് തടയുന്നുണ്ട് ജയൻ. അന്നേരത്തേന് ദേവയാനി പറയും, പറയാൻ ഉത്തരം മുട്ടുമ്പോൾ തന്നെ കാര്യം മനസ്സിലാവും, ജയേട്ടനും അവളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടല്ലേ എന്നൊക്കെ പറയും. അന്നേരത്തേന് ജയൻ പറയുന്നുണ്ട്, തനിക്കറിയാമല്ലോ എനിക്ക് നയനമോള് മരുമകളല്ല, മകൾ തന്നെയാണ്. അതുകൊണ്ട് മകളെ എനിക്ക് ശരിക്കും മിസ് ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പറയും. അതുകൊണ്ട് താൻ എന്താണെന്നോ തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞേച്ച് ജയനകത്തേക്ക് പോകുന്നുണ്ട്. ആദർശനാണ് കിടന്നിട്ട് ഉറക്കം വരുന്നേയില്ല. നയനെ വിളിക്കാനായിട്ട് അവരുടെ വീട്ടിൽ ചെന്നല്ലോ, പക്ഷേ നയന കൂടെ വന്നുമില്ല. എന്നിട്ട് ഉറക്കം വരാതെ ഇങ്ങനെ കട്ടിലേൽ ഇരിക്കുന്ന സമയത്താണ് നയന ആദർശിനെ വിളിക്കുന്നത്. ബെല്ലടിച്ച് തീരുന്നോടം വരെയും ആദർശ് ഫോൺ എടുക്കത്തില്ല. ചിലപ്പം ബാത്റൂമിലൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് വീണ്ടും നയനെ വിളിക്കുന്നുണ്ട്. അന്നേരം ആദർശ് ഫോൺ എടുത്തിട്ട് കട്ട് ചെയ്ത് വിടും. അത് കാണുമ്പോഴത്തേന് എന്തുകൊണ്ടാണ് കട്ട് ചെയ്തെന്നുള്ള ടെൻഷനാണ് നയനയ്ക്ക്. എന്നിട്ട് ആദർശ് താഴേക്ക് ഇറങ്ങി ഹാളിൽ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് ഉറങ്ങാതെ ഹാളിൽ വന്നിരിക്കുന്നത് ദേവയാനി കാണും. ദേവയാനി ചെന്ന് ചോദിക്കും, എന്നാ മോനെ നീ ഉറങ്ങിയില്ലേ? നിനക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്ക് അവളെ വിളിച്ചുകൊണ്ട് വന്നുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കും. അമ്മ എന്താ ഉറങ്ങാഞ്ഞെന്ന് ചോദിക്കും. എനിക്കറിയാമായിരുന്നു നീ ഉറങ്ങി കാണുകയില്ലെന്ന്, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് ദേവയാനിയും പറയും. എന്നാലും നിൻ്റെ ഭാര്യയല്ലായിരുന്നു അവൾ, നിനക്ക് അവളെ ചെന്ന് വിളിച്ചുകൊണ്ട് വരത്തില്ല എന്നൊക്കെ ചോദിക്കും. ഞാൻ വിളിച്ചുകൊണ്ട് വരത്തില്ല, ഇനി ഞാൻ എന്തായാലും അവിടെ ചെന്ന് അവളെ വിളിച്ചതല്ലേ. എന്നിട്ട് അവൾ അവിടെ അച്ഛൻ്റെയും അമ്മയുടെയും അഭിപ്രായങ്ങൾക്കാണ് മുൻതൂക്കം കൊടുത്തത്. അത് കാരണം ഇനി ഞാനായിട്ട് ചെന്ന് വിളിക്കത്തില്ല. അവൾ ഈ സംഭവങ്ങളെല്ലാം ഒന്ന് കഴിയുമ്പോഴത്തേന് തന്നെ തിരിച്ചു വരുന്നെങ്കിൽ വരട്ടെ എന്നാണ് ആദർശ് പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പോഴത്തേന് ദേവയാനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഇനിയിപ്പോൾ ആദർശ് എങ്ങാനും വിളിക്കാൻ പോകാതിരുന്നാലോ എന്നൊക്കെയുള്ള ടെൻഷനാണ്. അന്നേരം മാക്സിമം പറഞ്ഞു നോക്കുന്നുണ്ട് ആദർശിനോട്, നീ ചെന്ന് വിളിക്കണമെന്ന്. ഞാനായിട്ട് ഇനി വിളിക്കാൻ പോകുന്നില്ലമ്മേ എന്ന് പറയുമ്പോഴത്തേന് ദേവയാനി പറയും, അവൾ നല്ലൊരു ഡിസൈനറല്ലേ, അവൾ നമ്മുടെ ചീഫ് ഡിസൈനറുമാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അവൾ ഇങ്ങോട്ട് തിരിച്ചു വരാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കമ്പനിക്ക് തന്നെയല്ലേ അതിൻ്റെ നഷ്ടമെന്നൊക്കെ ചോദിക്കും. അതൊന്നും സാരമില്ലമ്മേ, അവളില്ലായിരുന്ന സമയത്തും നമ്മളുടെ കമ്പനിയിൽ നല്ല സെയിൽ നടന്നിരുന്നല്ലോ, അപ്പം പിന്നെ ഇത് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയും. അതല്ല മോനെ, വിഷുവൊക്കെ അല്ലേ വരുന്നത്, അപ്പം നമുക്ക് റെക്കോർഡ് സെയിലാണ് വരുന്നതെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവൾ അവിടെ നിന്നിരുന്നാൽ നമ്മളുടെ സെയിലിനെ അത് ബാധിക്കില്ലേ എന്നൊക്കെ ചോദിക്കും. അവളിപ്പോൾ ഈ നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു സപ്പോർട്ടോട് കൂടിയാണ് ഇപ്പോൾ അവൾ ഈ നിലയിൽ വന്നത്. പിന്നെ അവളുടെ കഴിവിനെ ഞാൻ അങ്ങനെ കുറച്ചൊന്നും കാണുന്നില്ല, എന്നാലും എൻ്റെ സപ്പോർട്ടോട് കൂടി തന്നെയാണ് അവൾ ഇത്രയും ഉയർന്നു വന്നത്. അത് കാരണം ഇനി അവിടെ അമ്മയും അച്ഛനും പറയുന്നതനുസരിച്ച് അവൾ വേറെ ഏതെങ്കിലും ജുവലറിയിലേക്ക് പോവുകയാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പം ദേവയാനി മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഇല്ല മോനെ, നിന്നെ വിട്ടോ നമ്മുടെ കമ്പനി വിട്ടോ അവൾ ഒരിക്കലും പോവില്ല, അതെനിക്ക് ഉറപ്പുണ്ടെന്ന്. ആദർശിനോട് എന്തൊക്കെ പറഞ്ഞിട്ടും ആദർശ് നയനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് ഇനി പോവില്ല എന്ന് തന്നെയാണ് തീരുമാനിക്കുന്നത്. അന്നേരം ദേവയാനിക്ക് ശരിക്കും ടെൻഷൻ ആകുന്നുണ്ട്. അപ്പം ദേവയാനി മുറിയിൽ വന്നിട്ട് നയനയെ ഫോൺ ചെയ്യുകയാണ്. നയന അപ്പം നന്ദുവിൻ്റെ കൂടാണ് കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. കോൾ വരുന്ന ഉടനെ നയന ചാടി എണീറ്റിട്ട് ആദർശാണോ എന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ആദർശല്ല അമ്മയെന്ന് കാണുമ്പോഴത്തേന് ആദർശേട്ടൻ്റെ അമ്മയാണല്ലോ എന്ന് പറഞ്ഞ് ചാടി ഫോൺ എടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നന്ദു എഴുന്നേൽക്കും. ആരാ ചേച്ചി വിളിക്കുന്നത്, ആദർശേട്ടനാണോ എന്നൊക്കെ ചോദിക്കും. അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് തപ്പുന്നുണ്ട് നയന. അന്നേരം ഫോൺ തട്ടിപ്പറിച്ചിട്ട് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നന്ദു നോക്കിയിട്ട് പറയും, അയ്യോ ആദർശേട്ടൻ്റെ അമ്മയാണല്ലോ വിളിക്കുന്നത്, ഇവരെന്തിനാണ് ഇപ്പം വിളിക്കുന്നത്, ചേച്ചിയോട് ഒരു സ്നേഹവും ഇല്ലാത്തതാണ്, ഇനിയിപ്പം ആദർശേട്ടൻ വന്ന് വിളിച്ചിട്ട് ചേച്ചി ചെല്ലാതിരുന്നതിൻ്റെ വഴക്ക് പറയാൻ വിളിക്കുന്നതായിരിക്കും, എടുക്കണ്ട ചേച്ചി എന്നൊക്കെ പറയും. അപ്പം നയനയ്ക്ക് അങ്ങ് ടെൻഷനാണ്, ദേവയാനി വിളിച്ചിട്ട് എടുത്തില്ലല്ലോ എന്ന് ഓർത്തിട്ട്. അന്നേരം അതങ്ങനെയൊന്നും ഇല്ല മോളെ, അമ്മ അങ്ങനെയൊന്നും പറയില്ല എന്നൊക്കെ പറയും. അന്നേരം നന്ദു പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല ചേച്ചി, അച്ഛനും അമ്മയും പറയുന്നത് കാര്യമൊക്കെ ഉണ്ട്. ഞങ്ങൾ ആ 7ാം മാസ ചടങ്ങിന് വന്നപ്പം തന്നെ അമ്മ എന്തെല്ലാം രീതിയിലാണ് ഞങ്ങളോടും ചേച്ചിയോടും പെരുമാറിയത്. അത് വെച്ച് നോക്കുമ്പോഴത്തേന് ഇനി ചേച്ചി ആ ഫോൺ എടുക്കുകയൊന്നും വേണ്ട എന്ന് പറയും. ചേച്ചി അംഗീകരിക്കാത്ത വീട്ടിലേക്ക് ഇനി ചേച്ചി പോവുകയേ വേണ്ട, അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ചേച്ചി ഇനി ഇവിടെ നിന്നാൽ മതിയെന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. അത്
കേൾക്കുമ്പോഴത്തേന് നയനയ്ക്ക് അങ്ങ് ടെൻഷനാണ്. അന്നേരം ചേച്ചിക്ക് വേണേൽ പോവാം കേട്ടോ, പിന്നെ ഞങ്ങളെ അങ്ങ് മറന്നേക്കണം, ഒരു അച്ഛനും അമ്മയും അനിയത്തിയും ഒന്നും ഉള്ളതായിട്ട് ഇനി ചേച്ചി ചിന്തിക്കുക വേണ്ടെന്നൊക്കെ പറയും. അന്നേരത്തേന് നയന പറയുന്നുണ്ട്, എനിക്കെല്ലാവരെയും വേണം, അച്ഛനെയും അമ്മയും സഹോദരങ്ങളെയും എല്ലാം വേണം, അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ഇതുവരെ ഇല്ലാത്ത ഒരു വാശിയാണല്ലോ അച്ഛൻ ഇപ്പം എന്നൊക്കെ നയന പറയുന്നുണ്ട്. അതിപ്പോൾ അച്ഛൻ എത്ര നാളെന്ന് പറഞ്ഞാൽ ചേച്ചി ഇങ്ങനെ അപമാനം സഹിക്കുന്നത്, അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്, ഞാനാണെങ്കിൽ എല്ലാവരെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ എന്നൊക്കെ നയന പറയുന്നുടനെ നന്ദു ചോദിക്കുന്നുണ്ട്, ആഹാ ചേച്ചി ഇഷ്ടമില്ലാത്ത അമ്മായിയമ്മയെ സ്നേഹിച്ചിട്ടുണ്ടോയെന്ന്. പിന്നെ ഞാൻ ആദർശേട്ടൻ്റെ അമ്മ എന്ന രീതിയിൽ അമ്മയും ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറയും. എന്നാൽ പിന്നെ ചേച്ചിക്ക് പൊക്കൂടെ എന്നൊക്കെ ചോദിക്കും. എനിക്കങ്ങനെ പോകാൻ പറ്റില്ല, എനിക്ക് എല്ലാവരെയും വേണമെന്ന് പറഞ്ഞ് നയനെ അങ്ങ് സങ്കടത്തോടെ അങ്ങ് കിടക്കുകയാണ്. അപ്പോൾ നന്ദുവിന് ശരിക്കും ചിരി വരുന്നൊക്കെ ഉണ്ട്. അന്നേരം നയന വിഷമിച്ച് കിടക്കുകയാണ്. ദേവയാനിയാണെങ്കിൽ നയന കോൾ എടുക്കാത്തതിൻ്റെ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ ദേവയാനി ഒരുങ്ങി ഇറങ്ങി വരുന്നുണ്ട്. അന്നേരത്തേന് ജയൻ വാതിക്കലിരിപ്പുണ്ടായിരുന്നു. ജയൻ ചോദിക്കുക, എവിടെ പോവാന്ന് ഇങ്ങനെയെന്ന്. അന്നേരം പറയും, ഞാൻ അമ്പലം വരെ ഒന്ന് പോകാമെന്ന് പറയും. അതെന്താ ഇത്ര രാവിലെ പോകുമെന്ന് പറയും. അതല്ല, ഇവിടെ ഒരുത്തി അവളുടെ ഇഷ്ടത്തിന് സ്വന്തം വീട്ടിൽ പോയി നിൽക്കുകയല്ലേ, അപ്പോൾ ഈ വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സമാധാനമില്ല, എന്നാൽ എല്ലാവർക്കും ഒന്ന് മനസ്സമാധാനം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനൊന്ന് ഭഗവാനെ തൊഴാൻ പോകാമെന്ന് പറയും. അതിന് അവിടെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല, നിനക്ക് അങ്ങനെ ഒരു മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ നീ നേരെ ചെന്ന് നയനമോളെ വിളിച്ചുകൊണ്ട് വരിക ചെയ്യേണ്ടതെന്ന് പറയും. എന്തായാലും ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ദേവയാനി അപ്പം ജയനോട് പറയുന്നത്. നീ നമ്മളുടെ മോനെ കരുതിയും അച്ഛനെയും അമ്മയും എല്ലാവരെയും കരുതി നീ ഇത് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞേച്ച് ജയൻ അങ്ങ് പോകുന്നുണ്ട്. ദേവയാനി അപ്പം പുറത്തേക്ക് വരുമ്പം മനസ്സിൽ ഓർക്കുന്നുണ്ട്, രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേന് തന്നെ നയനെ ഇരുന്നിങ്ങനെ കോലം വരയ്ക്കുന്നതൊക്കെ, എനിക്കതൊന്നും ഇനി ചിന്തിക്കാനേ വയ്യ, എനിക്ക് എൻ്റെ മോളില്ലാതെ ഇനി എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ സങ്കടത്തോടെ ഓർക്കുകയാണ് ദേവയാനി. എന്നിട്ട് ദേവയാനി അമ്പലത്തിൽ ചെന്ന് ദേവിയോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ മോളെ വിളിക്കാനായിട്ട് അവിടെ ചെല്ലുമ്പം അവളുടെ അച്ഛനും അമ്മയും അവളെ ഞങ്ങളുടെ കൂടെ പറഞ്ഞു വിടണം എന്നൊക്കെ. അന്നേരം തിരുമേനി വന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, മുഖത്തൊക്കെ ഭയങ്കര സങ്കടമാണല്ലോ എന്ന്. അത് പിന്നെ തിരുമേനി, ഞാനൊരു ആഗ്രഹം എൻ്റെ ദേവിയോട് പറഞ്ഞിട്ടുണ്ട്, ദേവി എനിക്കത് സാധിച്ചു തരണം, അല്ലെങ്കിൽ എനിക്കിതിനെക്കാട്ടി വിഷമമാകുമെന്ന്. അപ്പോൾ തിരുമേനി പറയും, അതിനൊന്നും സാരമില്ല, ദേവിയോട് മനസ്സറിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കേൾക്കാത്ത ദേവിയൊന്നുമല്ല, നല്ല അനുഗ്രഹം തരുന്ന ദേവി തന്നെയാണ് എന്ന് പറയും. പിന്നെ നിങ്ങളുടെ മരുമോളുടെ കാര്യം തന്നെ ഒന്ന് ഓർത്ത് നോക്കി, ആ കുട്ടി ദേവിയോട് ഒരുപാട് പ്രാവശ്യം സങ്കടപ്പെട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ആദ്യമൊക്കെ ഭർത്താവുമായിട്ട് എന്ത് പ്രശ്നങ്ങളായിരുന്നു, പിന്നീട് ദേവിയുടെ അനുഗ്രഹം കൊണ്ടല്ലേ അവർ ഒന്നിച്ച് സ്നേഹത്തോടെ ഇപ്പം കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ദേവയാനി നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി, കാര്യങ്ങളൊക്കെ നന്നായി വരുമെന്നൊക്കെ പറയും. പിന്നെ നിങ്ങളുടെ മരുമകൾ ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടിയാണ്, അത് കാരണം ആ കുട്ടിയെ ദ്രോഹിക്കുന്നവർക്കെല്ലാം ശരിക്കും ശിക്ഷ ലഭിക്കാറുണ്ട്. അത് കാരണം ആ കുട്ടിയെ ആരും ഉപദ്രവിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്, അതിനെ സ്നേഹിച്ച് കൂടെ നിർത്തുന്നതാണ് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും നല്ലതെന്നും തിരുമേനി പറയും. അതൊക്കെ കേൾക്കുമ്പോഴത്തേന് സന്തോഷവും അതുപോലെ തന്നെ സങ്കടവും വരുന്നുണ്ട് ദേവയാനിക്ക്. എന്നിട്ട് ദേവയാനി ഒന്നുകൂടെ ഒക്കെ ദേവിയോട് പ്രാർത്ഥിച്ചാണ് ഇറങ്ങുന്നത്. നവ്യ ഒരു ഗ്ലാസ് ചായയൊക്കെ കൊണ്ടുവന്ന് ഗോവിന്ദന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നയന ശരിക്കും പ്രഷറിലാണ്, ആദർശേട്ടൻ വന്ന് വിളിച്ചേച്ച് അവൾക്ക് പോകാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ടാണ് ഈ പ്രശ്നമെല്ലാം വരുന്നത്, എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ലെന്നൊക്കെ നയനയുടെ കാര്യത്തെക്കുറിച്ച് നവ്യ പറയുന്നുണ്ട്. അപ്പോഴത്തേനും ഗോവിന്ദൻ പറയും, അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് മോക്ക് താമസിയാതെ മനസ്സിലായിക്കോളും, ഇനി എന്തായാലും ഇത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി, പിന്നെ ആ വീട്ടിലേക്ക് ഇനി നയനെ അങ്ങനെ അയക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടേ ഇല്ല. പിന്നെ അവർ വന്ന് വിളിച്ചാൽ ശരിക്കും പ്രഷർ ചെലുത്തിയാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവൾക്ക് പോകാം, പക്ഷേ ഞങ്ങൾ പിന്നെ ഇനി ആ വീട്ടിലേക്ക് വരികയോ ഒരു കാര്യത്തിൽ പങ്കെടുക്കുകയോ ചെയ്യത്തില്ലെന്നൊക്കെ പറയും. ആ സമയത്താണ് അങ്ങോട്ട് ദേവയാനി ഇറങ്ങി വരുന്നത്. ഉടനെ നവ്യ പറയുന്നുണ്ട്, ദേവി അതേ ആരാ വരുന്നെന്ന് നോക്കി, അമ്മായിയാ വരുന്നെന്ന് പറയും. ആദർശേട്ടൻ അമ്മ വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരത്തേന് ഗോവിന്ദൻ പറയും, വരട്ടെ, എന്തായാലും അവർ സംസാരിക്കുന്ന എന്താണെന്ന് നമുക്ക് തീരുമാനിക്കാമെന്നൊക്കെ. അന്നേരം കനക അവിടെ ഉണ്ട്. കനകയും പറയുന്നുണ്ട്, നമ്മുടെ തീരുമാനം നമുക്ക് നന്നായിട്ട് തന്നെ അവരോട് പറയാമെന്ന്. വന്ന് കയറുന്നതേ ദേവയാനി ചോദിക്കുന്നുണ്ട്, നയന എന്ത് ചെയ്യുന്നു. അപ്പം നയന കുളിക്കുകയാണെന്ന് നവ്യ പറയുന്നുണ്ട്. എനിക്ക് അവളെ ഒന്ന് കാണണം, അവൾ എന്താ ആദർശ് വന്ന് വിളിച്ചിട്ട് വരാതിരുന്നെന്ന് ചോദിക്കും. അന്നേരത്തേന് ഗോവിന്ദൻ പറയുന്നുണ്ട്, ഞങ്ങളുടെ തീരുമാനം ഞങ്ങളുടെ മകളോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളോടായിട്ട് ഞങ്ങൾക്കതൊന്നും പറയാനില്ല എന്ന് പറയും.
അന്നേരത്തേന് ദേവയാനി ചോദിക്കുന്നുണ്ട്, അതെന്താ അവൻ്റെ ഭാര്യയല്ലേ നയന, അപ്പം നയനെ അങ്ങോട്ട് പറഞ്ഞു വിടേണ്ടത് നിങ്ങളുടെ കടമയല്ലായിരുന്നു എന്ന് ചോദിക്കും. ഞങ്ങൾ അവിടെ വന്നപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ മകളെ ഒരുപാട് അപമാനിച്ചാണ് സംസാരിച്ചത്. എന്തായാലും മരുമകൾക്ക് ആ വീട്ടിലൊരു സ്ഥാനമൊന്നും ഇല്ലല്ലോ. സ്നേഹത്തോടെയാണ് ഞങ്ങളുടെ മകളെ വിളിച്ചുകൊണ്ട് പോകാൻ നിങ്ങൾ വന്നതെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇനി അങ്ങോട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ മകളെ പറഞ്ഞു വിടത്തുള്ളെന്ന് കനകയും പറയും. അന്നേരം എനിക്കെന്ന് അവളോട് സംസാരിക്കണമെന്ന് ദേവയാനി പറയുന്നുണ്ട്. നയനെ വിളിക്കാനായിട്ട് നവി അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, എന്തൊക്കെയാണെന്നാലും ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം മകളോട് പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് വേണേൽ നിങ്ങളുടെ കൂടത്തിൽ വരാം. പിന്നെ ഞങ്ങൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം അവളങ്ങ് മറന്നേക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും കൂടെ ഗോവിന്ദൻ പറയും. പിന്നെ അമ്മായിമ്മ സ്നേഹത്തോടെ മാത്രം വിളിച്ചാൽ മാത്രമേ അവളെ ഞങ്ങളല്ലാതെ പറഞ്ഞു വിടാൻ ഉദ്ദേശിക്കുന്നുള്ളെന്നും പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ദേവയാനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.